പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതാ അന്തരംഗത്തിൽ സുവിശേഷ പ്രഘോഷണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈശോ ക്രിസ്തു ദർശനത്തിലൂടെ ദൈവത്തിന് വഴിയൊരുക്കുവാൻ ഇതാ ക്രിസ്തു ദർശന അനുഭവത്തിലേക്ക് മനുഷ്യരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പ്രിയ സഹോദരങ്ങളെ, ഈശോ ഈ പുതിയ ദിവസത്തെ അനുഗ്രഹപൂരിതമാക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മളെ അറിയിക്കുവാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നു. കാരണം ഭൂഗോളങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, സകല ചരാചരങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവവചനമുണ്ടായിരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ കാരണം യേശു അനാദിയിലെ മനുഷ്യ സൃഷ്ടിക്ക്, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ്, ദൈവം ലോകത്തെ കൃപപ്പെടുത്തുന്നതിന് മുമ്പ് ദൈവം ഉണ്ടായിരുന്നു എന്ന അറിവ് യോഹന്നാൻ നൽകുന്നത് മനുഷ്യന് ഇതിൻ്റെ മേൽ ഒരു അധികാരവും ഇല്ല എന്ന ബോധ്യം നൽകുവാനാണ്. കാരണം ഇതിനെല്ലാം ഒടയവൻ ഒരുവൻ മാത്രം, അവൻ വചനമായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെ സകലവും ഉണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കുക. കാരണം ഞാൻ അനാദിയിലെ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്നിലുള്ള ആത്മാവിനെ പറ്റി തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് ദൈവത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെങ്കിൽ എന്നിലുള്ള ആത്മാവ് ദൈവത്തിലുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന മക്കളായി നമ്മൾക്ക് മാറുവാൻ ഈ ദിവസം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം മാംസമായി നമ്മുടെ കൂടെയായിരിക്കുന്ന ദൈവത്തെ അറിഞ്ഞു ജീവിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.